തന്റെ തിരഞ്ഞെടുപ്പ് തോൽവികളെക്കുറിച്ച് നടത്തിയ വൈകാരിക പ്രസംഗത്തിൽ പ്രതികരണവുമായി കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M. ലിജു. ഏത് മേഖലയിലും ഒരാൾക്ക് മെച്ചപ്പെടാനുള്ള അവസരമുണ്ട്. 3 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടപ്പോൾ മെച്ചപ്പെടുത്തേണ്ടത് എന്തെന്ന് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും M. ലിജു ചോദിച്ചു. 24-ന്റെ മണ്ഡലം ചുറ്റും മഹിളകളിലാണ് M. ലിജുവിന്റെ പ്രതികരണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M. ലിജുവിനൊപ്പമാണ്. അദ്ദേഹം വളരെ തിരക്കിട്ട പ്രചാരണത്തിലാണ്. ഇപ്പോൾ ദുഃഖവെള്ളിയാഴ്ച ഒരുപാട് പള്ളികളിൽ പോകാറുണ്ട്. എങ്ങനെ നടക്കുന്ന പ്രചാരണം? വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. ജനങ്ങൾക്കിടയിലാണ്. അപ്പോൾ ഇത്തവണ വലിയ വിജയപ്രതീക്ഷയുണ്ട്. തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് എനിക്ക് എല്ലാ സ്ഥലങ്ങളിലുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കേരളത്തിൽ ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നു. കായംകുളത്തും ശക്തമായൊരു മാറ്റം ജനം ആഗ്രഹിക്കുന്നു. ചില വിവാദങ്ങളൊക്കെ അതിനിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ മണ്ഡലത്തിൽ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അർത്ഥത്തിലും ഉണ്ടാവില്ല. എന്താണ് വിവാദം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഞങ്ങളുടെ UDF കൺവെൻഷൻ സ്ഥലത്ത് ഞങ്ങളുടെ ഒരു നേതാവിന് ഒരു നാക്കുപിഴയുണ്ടായി. അപ്പോൾ തന്നെ ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനതിൽ മാപ്പ് പറഞ്ഞു. അദ്ദേഹത്തിനെ എതിരെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. കേരളത്തിൽ തന്നെ ഒരു മാതൃകയായിരുന്നു അത്. ഒരു വേദിയിൽ പറഞ്ഞല്ലോ പരാജയങ്ങളിൽ കളിയാക്കുന്നത്, അത് കേൾക്കുമ്പോൾ ഹൃദയവേദന കളിയാക്കുന്ന ആ തരത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ഞാൻ കണ്ടത് ഒരു കൂടുതൽ മെച്ചപ്പെടാനുള്ള അവസരമായിട്ടാണ്. തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പം നമുക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ മെച്ചപ്പെടേണ്ടത് എന്നൊരു ചിന്ത ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്നിട്ട് 3 തവണ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ 4മതൊരു തവണ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ അവിടെ എൻ്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളും ഞാൻ ഏത് മേഖലയിലാണ് ഞാൻ മെച്ചപ്പെടേണ്ടത് ഞാൻ ഇടപെടാറുണ്ട്. കൂടുതൽ ആത്മാർത്ഥമായ സത്യസന്ധമായ വിഷയങ്ങൾ ഇടപെടാറുണ്ട്. കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു ചിന്തയുണ്ടല്ലോ, അതൊരു ചിന്ത പങ്കുവെച്ചതാണ്. സെൻസിറ്റീവായ ഒരു പച്ച മനുഷ്യനാണോ? അല്ല, മനുഷ്യരാണല്ലോ. പച്ചയാണോ? അല്ല, നമ്മൾ ഈ രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയുമ്പോൾ സാധാരണ എപ്പോഴും അതിനോട് ഒരു സാർക്കാസ്റ്റിക്കലി പറയുന്നത് തൊലിക്കെട്ടി എന്നൊക്കെയാണല്ലോ. അങ്ങനെയല്ല, നമ്മൾ സമചിത്തത പുലർത്താറുണ്ട്. ഇപ്പൊ നമ്മൾ അമിതമായ രോഷപ്രകടനത്തിനോ അമിതമായ വൈകാരിക പ്രകടനത്തിനോ വലിയ കാര്യമുള്ള ഒരാളായിട്ടല്ല, അങ്ങനെ അതിനകത്ത് എനിക്ക് താല്പര്യവുമില്ല. പക്ഷെ ചില ഘട്ടങ്ങളിൽ എന്ത് സംഭവിക്കേണ്ടി വരും? മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഗദ്ഗതങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന കണ്ണീരൊഴിച്ചുകൊണ്ടല്ല, അന്നല്ല, കണ്ണീരല്ല പ്രശ്നം. നമുക്ക് മനുഷ്യരായതുകൊണ്ട് തന്നെ അത്തരം പ്രകടനങ്ങൾ ഉണ്ടാകും. അതല്ലെങ്കിൽ നമ്മൾ മനുഷ്യത്വരഹിതരാവണ്ടേ. അതുപോലെ തന്നെ അവസാനമായിട്ടൊരു ചോദ്യം. ഇപ്പൊ ഈ ഇവിടുത്തെ നിലവിലെ MLA കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഒപ്പം തന്നെ അവർ പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നതുകൊണ്ട് തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ ഇപ്പൊ അങ്ങ് ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങ് ഈ മണ്ഡലത്തിലേക്ക് MLA തിരഞ്ഞെടുക്കപ്പെട്ടാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇപ്പോഴായിട്ടുണ്ടോ? തീർച്ചയായും എനിക്ക് മനസ്സിലാവുന്ന കാര്യം കായംകുളത്തിന് വേണ്ടത് ഒരു സമഗ്ര വികസന പദ്ധതിയാണ്. നമുക്കൊരു നിയോജകമണ്ഡലത്തെ കണക്കാക്കേണ്ടത് ഏതെങ്കിലും ഇപ്പം ഒരാൾ എനിക്ക് അടുപ്പമുള്ളൊരു പഞ്ചായത്ത് അംഗം എന്നോട് വന്നിട്ട് ഇന്ന റോഡ് വേണം, അപ്പോൾ എന്നെ അടുപ്പമുള്ളതെങ്കിൽ പിന്നെ ആ റോഡും കൊടുത്തേക്കാം. അതല്ല എൻ്റെ രീതി. നമ്മൾ കാണേണ്ടത് ഒരു നിയോജകമണ്ഡലത്തിൻ്റെ സമഗ്രമായിട്ടാണ്. വികസനത്തിനൊരു മുൻഗണനാക്രമം വേണം. എന്ന് പറഞ്ഞാൽ ആർക്കാണോ ആവശ്യം കൂടുതൽ, ഏറ്റവും ദുർബല ജനവിഭാഗങ്ങൾ ഏതാണോ അവിടെയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ കായംകുളം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ എല്ലാവിധ ആശംസകളും. അതുപോലെ എന്തായാലും ആ പറഞ്ഞ ആ ഒരു വിഷമം കായംകുളത്തുകാർ മാറ്റിത്തരും. റോബർട്ട് ബ്രൂസിനെ പോലെ വിജയിച്ചു വാ. ഓൾ ദി ബെസ്റ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.